എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. DME റിവിഷന്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് നിങ്ങൾ എല്ലാവരും DME എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞു. ടോപ്പിക്സും വായിച്ചു, അത്യാവശ്യം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ റിവിഷൻ ആണ്. അപ്പൊ കുറച്ച് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫൈനൽ ക്ലാസ്സുകളിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നത്. റിവിഷൻ എന്ന് പറയുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് മിസ്റ്റേക്സ് വരാവുന്നത്, എങ്ങനെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാം. പ്രധാനമായിട്ട് DMEയുടെയും DHSന്റെയും റാങ്ക് ലിസ്റ്റിൽ പിന്നിലായിട്ട് പോകുന്നതിന്റെ കാരണം ഒരു സെയിം മാർക്ക് തന്നെ പല കുട്ടികൾക്ക് വരികയും അവരുടെ ഏജ് മറ്റ് ക്രൈറ്റീരിയാസ് അനുസരിച്ച് റാങ്ക് ലിസ്റ്റിൽ പിന്നിലോട്ടായി പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ മാർക്കും നേടുകയും ഓരോ നെഗറ്റീവ് മാർക്സും അവോയ്ഡ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്, അല്ലേ? അപ്പൊ അതായത് ചെയ്യുന്ന ആൻസറുകളെല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്തി വേണം ചെയ്യാൻ. ഇനി നമ്മൾ ഡൗട്ട്ഫുൾ ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ തന്നെ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അഥവാ ഏതെങ്കിലും ആൻസർ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ 4 ഓപ്ഷനിലും മാക്സിമം എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ബാക്കി 3 ഓപ്ഷനും ഉറപ്പാണ്, തെറ്റാണ് എന്ന് ഉറപ്പ് വരുത്തി വേണം കറക്റ്റ് ആൻസറിലോട്ട് എത്തിച്ചേരാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നോക്കാം. ഇവിടെ നോക്കാം, കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ പ്രോസസ് ഓഫ് ലേണിംഗ് ദാറ്റ് enables the learner to perform social roles and ability to participate in social system. അപ്പൊ നമ്മൾ ഈ കണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5 ക്വസ്റ്റ്യൻ ഓരോ സബ്ജക്റ്റിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഓരോ സബ്ജക്ട്സ് ഓർമ്മയുണ്ടാകും. സൈക്കോളജി ആയിരുന്നു ലാസ്റ്റ് ഫിനിഷ് ചെയ്തത്. ഇന്ന് നമ്മൾ സോഷ്യോളജി സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ് സോഷ്യോളജി, അല്ലെങ്കിൽ എന്താണ് സൊസൈറ്റി, എന്താണ് കമ്മ്യൂണിറ്റി, എന്താണ് സോഷ്യലൈസേഷൻ, എന്താണ് ഓർഗനൈസേഷൻ ഓഫ് സൊസൈറ്റി, എന്താണ് ഡിസോർഗനൈസേഷൻ, സ്ട്രാറ്റിഫിക്കേഷൻ, കൾച്ചർ, ഫാമിലി, മാരേജ്, ഇങ്ങനെ കുറേ ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് സോഷ്യോളജി നഴ്സിംഗിൽ ആഡ് ചെയ്തതെന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൊസൈറ്റി ആണ് നമ്മുടെ ബേസ്. നമ്മളൊരു സൊസൈറ്റിയിലുള്ള അനിമലാണ്, അല്ലെ? സൊസൈറ്റിയിലുള്ള ഒരു ജീവിയാണ് ഓരോ മനുഷ്യനെന്ന് പറയുന്നത്. ആസ് വി ആർ എ സൊസൈറ്റൽ അനിമൽ, വി ഷുഡ് നോ അബൌട്ട് ദ സൊസൈറ്റി, സോഷ്യലൈസേഷൻ, അല്ലെ? നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകിയാണ് ജീവിക്കുന്നത്. അതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് പേഷ്യൻസുമായിട്ടാണ്, മറ്റു പല വ്യക്തികളുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ പ്രോസസ് ഓഫ് ലേണിംഗ്, ഒരു പഠനം അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പഠനത്തിലൂടെ ആ ലേണർ എന്തിന് പഠിക്കുന്നു? പെർഫോം സോഷ്യൽ റോൾസ്, സോഷ്യൽ റോളുകൾ പെർഫോം ചെയ്യാൻ പഠിക്കുന്നു. ഒപ്പം സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എബിലിറ്റി നേടുന്നു. ഈ പ്രോസസ്സിനെ എന്തെന്നാണ് പറയുന്നത്? അതിന് എന്ത് പേര് വിളിക്കും? ആസ് എ സോഷ്യൽ അനിമൽ we have to learn about society, we have to identify our societal role, and we have to perform that social role, we have to participate in social system. This process is known as what? Option A, socialization. Option B, group morale. Option C, social change. ഓപ്ഷൻ ഡി, സോഷ്യൽ സെക്യൂരിറ്റി. ഇറ്റ്സ് ഈസി ക്വസ്റ്റ്യൻ, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കറക്റ്റ് ഓപ്ഷൻ എ, സോഷ്യലൈസേഷൻ ആണ്. ഒരു വ്യക്തി സോഷ്യൽ റോൾ ഉൾക്കൊണ്ട് അത് പെർഫോം ചെയ്ത് സോഷ്യൽ സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് എന്ത് പറയുന്നു? സോഷ്യലൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സോഷ്യോളജി എന്നുള്ള സബ്ജക്ട് നമ്മൾ കൂടുതൽ റെഫർ ചെയ്യുന്നത് ക്ലെമന്റ് സാറിൻ്റെ ബുക്ക് യൂസ് ചെയ്യാറുണ്ട്. KP നീരജ മാമിൻ്റെ ബുക്കും നമ്മുടെ സോഷ്യോളജി പഠിക്കാൻ യൂസ് ചെയ്യാറുണ്ട്. വളരെ നല്ല ബുക്കുകളാണ് രണ്ടും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കുക, സോഷ്യലൈസേഷൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽ അക്വയർ ദ നോളജ്, നമ്മുടെ അറിവ് നേടുന്നു. നോളജ്, ലാംഗ്വേജും സോഷ്യൽ സ്കിൽസും വാല്യൂവും എല്ലാം അറിവ് നേടുന്നു. അതിനുശേഷം ആ നോളജ് അനുസരിച്ച് നമ്മുടെ റോൾ ഏതാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റിയിലും അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പെർഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ടൈപ്പ് ഓഫ് ഫാമിലി ഇൻ വിച്ച് മദർ പ്ലേസ് എ ഡോമിനന്റ് റോൾ ഇൻ ദ ഫാമിലി. ഫാമിലി പല ടൈപ്പ് ഉണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ കുടുംബം തന്നെ പല ടൈപ്പ് ഉണ്ട്. അച്ഛൻ തലപ്പത്തിരിക്കുന്ന ഫാമിലി ഉണ്ട്, അമ്മ തലപ്പത്തിരിക്കുന്ന ഫാമിലി ഉണ്ട്, അല്ലെ? അങ്ങനെ പല ടൈപ്പ് ഫാമിലി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോയിന്റ് ഫാമിലി പഠിച്ചിട്ടുണ്ട്, മോഡേൺ ഫാമിലി പഠിച്ചിട്ടുണ്ട്, ന്യൂക്ലിയർ ഫാമിലി പഠിച്ചിട്ടുണ്ട്.
ഇപ്പം നമ്മൾ ഇതിവിടെ കാണുന്ന 4 ഓപ്ഷനിലെ മാട്രി ലോക്കൽ, മാട്രിയാർക്കൽ, പാട്രിയാർക്കൽ എന്ന് പറഞ്ഞ് പല ടൈപ്പ് ഫാമിലി പഠിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നഴ്സിംഗ് പഠിക്കുമ്പോഴും ഫാമിലി മാരേജിൻ്റെ ടൈപ്സുകൾ പലതവണ എക്സാമിന് ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഫാമിലി മാരേജും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും സോഷ്യോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ ഫാമിലി ആൻഡ് മാരേജിൽ നിന്ന് മിനിമം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അമ്മയാണ് ഡോമിനന്റ് റോള് ഒരു ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ആ ഫാമിലിയെ എന്ത് പറയുന്നു? മാട്രി ലോക്കൽ ഫാമിലി എന്ന് പറയുമോ, മാട്രി ആർച്ചൽ ഫാമിലി എന്ന് പറയുമോ, പാട്രി ലോക്കൽ ഫാമിലി എന്ന് പറയുമോ, പാട്രി ആർച്ചൽ ഫാമിലി എന്ന് പറയും. മാട്രി മീൻസ് അമ്മ, പാട്രി മീൻസ് ഫാദർ, അല്ലെ, മദർ ഫാദർ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു മീനിങ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ബി, മാട്രിയാർച്ചൽ ഫാമിലി. അമ്മയാണ് ഡോമിനന്റ് റോൾ എങ്കിൽ അതിനെ മാട്രിയാർച്ചൽ ഫാമിലി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അച്ഛനാണ് ഡോമിനന്റ് റോൾ എങ്കിലോ അതിനെ പാട്രിയാർച്ചൽ ഫാമിലി എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വേർഡ് പഠിക്കുന്നതിൻ്റെ അർത്ഥം അത് ആ 4 ഓപ്ഷനിലുള്ള 4 വേർഡിൻ്റെ മീനിങ് നമുക്ക് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ക്ലെമന്റ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത ഒരു സെക്ഷനാണിത്. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ 4 വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ടൈപ്സ് ഓഫ് ഫാമിലി ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് അതോറിറ്റി. ആർക്കാണ് അവിടെ റോള്, അതോറിറ്റി ആരാണ് ഡോമിനന്റ് റോൾ ഉള്ളതെന്നനുസരിച്ച് പാട്രിയാർച്ചൽ ഫാമിലി എന്നും മാട്രിയാർച്ചൽ ഫാമിലി എന്നും പറയുന്നു. ഫാദർ ഈസ് മോസ്റ്റ് പവർഫുൾ ആൻഡ് അൺക്വസ്റ്റ്യനബിൾ അതോറിറ്റി. ചില വീടുകളിലാണ് അച്ഛൻ പറയുന്നതാണ് ലാസ്റ്റ് വാക്ക്, ഏറ്റവും പവർഫുള്ളും. ആരും ഇനി തിരിച്ചൊരു ചോദ്യം, അച്ഛൻ പറയുന്നത് തെറ്റോ ശരിയോ, അതാണ് സുപ്രീം റോള്. അവിടെ ഇനി തിരിച്ചു ചോദ്യം ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഒരു ഫാമിലി ആണെങ്കിൽ അതിനെ പാട്രിയാർച്ചൽ ഫാമിലി എന്നാണ് പറയുന്നത്. ഇനി അമ്മയാണ് ഡോമിനന്റ് റോൾ. നോക്കൂ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള അതേ വേർഡിങ്സ്. മദർ പ്ലേസ് ഡോമിനന്റ് റോൾ ഇൻ ദ ഫാമിലി, ദാറ്റ് ഈസ് മാട്രിയാർച്ചൽ ഫാമിലി. അമ്മയാണ് അവിടെ ഡോമിനന്റ് റോൾ. ഇനി നമ്മൾ ജീവിക്കുന്നത് ഫാമിലിയാണ് നമ്മൾ, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് അച്ഛൻ്റെ വീട്ടിലാണോ അമ്മയുടെ വീട്ടിലാണോ എന്നതിനനുസരിച്ച് മാട്രി ലോക്കൽ എന്നും പാട്രി ലോക്കൽ എന്നും പറയും. മാട്രി ലോക്കൽ ഫാമിലി, ദ ഹസ്ബൻഡ് ലീവ്സ് ഇൻ ദ വൈഫ്സ് ഹൗസ്. ഹസ്ബൻഡ് വൈഫിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അതായത് അച്ഛൻ അമ്മയുടെ കൂടെ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ അമ്മയുടെ വീടാണ്, അതായത് അമ്മയുടെ ലൊക്കേഷനാണ്, അല്ലേ? അതായത് മാട്രി ലോക്കൽ ഫാമിലി എന്ന് പറയും. ഇനി അമ്മ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞ് അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അതിനെ പാട്രി ലോക്കൽ ഫാമിലി എന്നാണ് പറയുന്നത്. അതായത് അവിടെ അച്ഛൻ്റെ ലൊക്കേഷനാണ്. അപ്പം 4 മീനിങ് കിട്ടിയില്ലേ? ഇനി ഇത് മറക്കത്തില്ലല്ലോ. ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പാട്രിയാർച്ചൽ ഫാമിലി, മാട്രിയാർച്ചൽ ഫാമിലി, മാട്രി ലോക്കൽ ഫാമിലി, പാട്രി ലോക്കൽ ഫാമിലി. ഇനി ഇത് കൂടാതെ വീണ്ടും ടൈപ്പ് ഉണ്ട്. അതോറിറ്റി അനുസരിച്ച്, റെസിഡൻസ് അനുസരിച്ച് നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ ആൻസിസ്ട്രി അനുസരിച്ചിട്ട് മദർ ബേസിസ് ആയിട്ടുള്ള ആൻസിസ്ട്രി ആണെങ്കിൽ മാട്രി ലീനിയൽ ഫാമിലി, ഫാദർ ബേസ്ഡ് ആണെങ്കിൽ പാട്രി ലീനിയൽ ഫാമിലി. അതുപോലെ ബേസ് ഓഫ് മാരേജ്, വൺ മാൻ മാരേജ് സെവറൽ വുമൺ ആൻഡ് ലീവ്സ് ഇൻ എ ഫാമിലി വിത്ത് ഹിസ് വൈഫ്സ് ആൻഡ് ചിൽഡ്രൻ. അതായത് നമ്മൾ ചില കസ്റ്റംസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് ചില ആൾക്കാർ. ഒരു പുരുഷൻ, ഒരു മാൻ 2ഉം 4ഉം പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ഒരേ വീട്ടിൽ, സെപ്പറേറ്റ് വീട്ടിലല്ല, ഒരേ വീട്ടിൽ തന്നെ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു അച്ഛൻ, 3 അമ്മമാർ, ആ 3 അമ്മമാരിലും ഈ ഒരു അച്ഛന് 2-3 മക്കൾ, ഇവരെല്ലാവരും ഒരേ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ അതിനെ പോളിഗ്യാമസ് ഫാമിലി എന്നാണ് പറയുന്നത്. ഇനി പോളി ആൻഡ്രസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പല ആണുങ്ങൾ, സെവറൽ മെന്നുമായിട്ട് മാരി ചെയ്ത് അവരെല്ലാവരും ഒരുമിച്ച് താമസിച്ച, അത് റെയറാണ്, ഇന്ത്യയിൽ വളരെ റെയറാണ്. അങ്ങനെ ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞാൽ പോളി ആൻഡ്രസ് ഫാമിലി എന്നാണ് പറയുന്നത്. പോളിഗ്യാമസ് ഫാമിലി, പോളി ആൻഡ്രസ് ഫാമിലി. ഇനി മോണോഗ്യാമസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു മാൻ ഒരു വുമൻ അവർ ഒരുമിച്ച് ജീവിക്കുന്നതിന് മോണോഗ്യാമസ് ഫാമിലി. മാരേജ് ഏത് തരത്തിലാണ് നടന്നത് അതിനനുസരിച്ച് ഫാമിലി പോളിഗ്യാമസ്, പോളിയാൻഡ്രസ്, മോണോഗ്യാമസ്. പിന്നെ ഇത് കൂടാതെ അച്ഛൻ അമ്മ കുട്ടികൾ മാത്രമായിട്ട് ജീവിച്ചാൽ ന്യൂക്ലിയർ ഫാമിലി. അച്ഛൻ അമ്മ അപ്പുപ്പൻ അമ്മുമ്മ അങ്ങനെ റിലേഷൻസ് ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിനെ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നു. ഇനി എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ ആൻഡ് അതർ ഡിപ്പെൻഡൻസ് ലൈക്ക് ബ്രദർ, സിസ്റ്റർ, ഇവരെല്ലാവരും ചേർന്ന് വരികയാണെങ്കിൽ അതിനെ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നാണ് പറയുന്നത്. ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഫാമിലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇറ്റ് ഡൗൺ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് മാരേജ്
in which one woman marries several men. ഇപ്പൊ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞതേ ഉള്ളൂ അല്ലെ, അങ്ങനെയുള്ള ഫാമിലി എങ്ങനെയാണെന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീ പല ആണുങ്ങൾ പല പുരുഷന്മാരെ കല്യാണം കഴിച്ചാൽ അതിനെ പോളി ആൻഡ്രി എന്ന് പറയുമോ, മോണോഗമി എന്ന് പറയുമോ, ഗ്രൂപ്പ് മാരേജ് എന്ന് പറയുമോ, പോളിഗൈനി എന്ന് പറയുമോ? ഒരു സ്ത്രീ പല പുരുഷന്മാരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് പറയും? പോളി ആൻഡ്രി മാരേജ് എന്ന് പറയും. പോളി ആൻഡ്രി മാരേജ് എന്ന് പറയും. ഇവിടെ നോക്കൂ, ഫോംസ് ഓഫ് മാരേജ്: മോണോഗമി, പോളിഗമി, പോളിയാൻഡ്രി. തൊട്ടു മുന്നേ ഞാൻ അതിൻ്റെ ഈ ഇത്തരത്തിലുള്ള മാരേജിനെ കുറിച്ച് പറഞ്ഞു. വെൻ എ മെയിൽ മാരീസ് എ സിംഗിൾ ഫീമെയിൽ, ദാറ്റ് ഈസ് മോണോഗമി. ഒരു പുരുഷൻ ഒരു സ്ത്രീ, മോണോഗമി. എന്നാൽ ഒരു പുരുഷൻ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ, രണ്ടിലധികമോ സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ, ഒരേ സമയത്ത് കല്യാണം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിനെ പോളിഗമി എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു സ്ത്രീ രണ്ടോ അതിലധികമോ പുരുഷന്മാരെ ഒരേ സമയം കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചാൽ അതിനെ പോളി ആൻഡ്രി എന്നാണ് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് പോളി ആൻഡ്രി. ഇവിടെ ചോദിച്ചത് ഒരു സ്ത്രീയാണ് സെവറൽ മെന്നെ കല്യാണം കഴിക്കുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ബി, പോളി ആൻഡ്രി മാരേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ടൈപ്പ് ഓഫ് ഫാമിലി വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് റിലേഷൻസ് ടുഗദർ വിത്ത് their mates and their children. ഏത് തരം ഫാമിലി? ഇപ്പോൾ നോക്കി, ഈ 3 ക്വസ്റ്റ്യനും ഫാമിലി മാരേജിൽ നിന്നാണ് വന്നത്. ദ ടൈപ്പ് ഓഫ് ഫാമിലി വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് റിലേഷൻസ് ടുഗദർ, അതായത് നമ്മുടെ ബന്ധത്തിനുള്ളിലുള്ള ആൾക്കാർ തന്നെ പരസ്പരം കല്യാണം കഴിച്ച് ജീവിക്കുന്നു. അത്തരത്തിലുള്ള ഫാമിലിയെ എന്തു പറയും? കോൺജുഗൽ ഫാമിലി എന്ന് പറയുമോ, നിയോലോക്കൽ ഫാമിലി എന്ന് പറയുമോ, കൊൺസാഗിനസ് ഫാമിലി എന്ന് പറയുമോ, അവൻകുലോക്കൽ ഫാമിലി എന്ന് പറയുമോ? സോ ദ കറക്റ്റ് ഓപ്ഷൻ അവിടെ ആ ഒരു റിലേറ്റീവ്സ്, വിത്തിൻ റിലേഷൻ, ബ്ലഡ് റിലേഷൻ എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് ആ കറക്റ്റ് ഓപ്ഷൻ കിട്ടും. കറക്റ്റ് ഓപ്ഷൻ സി, കൺസാഗുനസ് ഫാമിലി. നമ്മൾ ഈ കൺസാഗുനസ് എന്നുള്ള വേർഡ് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. പല ഡിസീസസിൻ്റെയും പ്രധാനപ്പെട്ട കാരണം കൺസാഗുനസ് മാരേജ് ആണ്. അതായത് നമ്മുടെ ബന്ധത്തിൽ തന്നെയുള്ള ആൾക്കാർ, ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ തമ്മിൽ പരസ്പരം കല്യാണം കഴിക്കുമ്പോൾ അതിൽ ജനിക്കുന്ന കുട്ടികൾക്ക് കൺസാഗുനസ് ഡിസീസസ്, പലതരത്തിലുള്ള കൺജനിറ്റൽ ഡിസീസസ് ഉണ്ടാകാറുണ്ട്. അതിന് കാരണം കൺസാഗുനസ് മാരേജ് ആണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി കാണും ഫാമിലി മാരേജ് തമ്മിലുള്ള ബന്ധം. ഇനി കൺസാഗുനൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടൈസ്, കോമൺ ആൻസിസ്റ്റേഴ്സിലുള്ള പുരുഷനും സ്ത്രീയും എന്ത് ചെയ്യുന്നു? കല്യാണം കഴിക്കുന്നു. അതായത് കൺസാഗുനൻ ഫാമിലി എന്ന് പറയുന്നത്. ജസ്റ്റ് ജോയിൻറ്റ് ഫാമിലി അറിയാം, സ്റ്റെം ഫാമിലിയും അറിയാവുന്നതാണ്, ജനറേഷൻസ് ഷെയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ്. നെക്സ്റ്റ്, എ സോഷ്യൽ ഗ്രൂപ്പ് വിത്ത് വി ഫീലിംഗ് ആൻഡ് ലിവിങ് ഇൻ ഗിവൺ ഏരിയ. നമ്മൾ എന്നുള്ള ഒരു ഫീലോടുകൂടി ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഒരേ ലൊക്കേഷനിൽ ജീവിച്ചാൽ, ഒരുമിച്ച് വസിക്കുന്നതിന് എന്ത് പറയും? ഫാമിലി എന്ന് പറയുമോ, സൊസൈറ്റി എന്ന് പറയുമോ, റേസ് എന്ന് പറയുമോ, കമ്മ്യൂണിറ്റി എന്ന് പറയുമോ? ഫാമിലി പറയില്ല, കാരണം ഇവിടെ ഒരു ലൊക്കാലിറ്റിയാണ് പറയുന്നത്. സൊസൈറ്റി ആണോ കമ്മ്യൂണിറ്റി ആണോ എന്നുള്ളതാണ്. സൊസൈറ്റി അല്ല, ഇറ്റ് ഈസ് കമ്മ്യൂണിറ്റി. ഓപ്ഷൻ ഡി, കമ്മ്യൂണിറ്റി. വി ഫീൽ, നമ്മൾ എന്നുള്ള ഒരു ഫീലോടുകൂടി ഒരു ഏരിയയിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ജീവിക്കുന്നതിനെ കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇത് ഇവിടെ കാണാം, പലതരത്തിലുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് വിത്ത് സം ഡിഗ്രി ഓഫ് വി ഫീലിംഗ് ആൻഡ് ലിവിങ് ഇൻ എ ഗിവൺ ഏരിയ. സെയിം ഇതേ സെൻറ്റൻസ് ആണ് ക്വസ്റ്റ്യനിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേ സെയിം സെൻറ്റൻസുകൾ നിങ്ങൾക്ക് എക്സാമിന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, 21st ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ബി ഫോളോഡ് ബൈ ഹെൽത്ത് കെയർ വർക്കർ ഹൂ സസ്റ്റൈൻഡ് എ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. നമ്മൾ 5 സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അതിൽ 3 ക്വസ്റ്റ്യനും ഫാമിലി ആൻഡ് മാരേജ് എന്നായിരുന്നു. പിന്നെ 2 സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് വന്നത്. അടുത്തിന് നമ്മൾ മൈക്രോബയോളജി, നമുക്ക് അടുത്ത് പഠിക്കാനുള്ള മറ്റൊരു സബ്ജക്റ്റാണ് മൈക്രോബയോളജി. അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, അതായത് നമ്മൾ ഹെൽത്ത് കെയർ കൊടുക്കുന്ന സമയത്ത് മിസ്റ്റേക്കൺലി പേഷ്യൻറ്റിന് പ്രിക്ക് ചെയ്ത നീഡിൽസ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പ്രിക്കായി കഴിഞ്ഞാൽ അതിനെയാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഒരു ഹെൽത്ത് കെയർ വർക്കറിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ബി ഫോളോഡ് ബൈ ഹെൽത്ത് കെയർ വർക്കർ ഹൂ സസ്റ്റൈൻഡ് എ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. എന്ത് ചെയ്യണം? കരഞ്ഞ് വിളിക്കുകയാണോ വേണ്ടത്? അല്ല, നമ്മളവിടെ ഉടനെ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് കഴുകുകയാണ് വേണ്ടത്. അവിടെ സ്ക്യൂസ് ചെയ്യരുത്, പാനിക് ആകരുത്. പകരം നമ്മൾ എന്ത് ചെയ്യണം? സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ ഏതാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇൻഫോം ദ സൂപ്പർവൈസർ ഇമ്മീഡിയറ്റ്ലി, സ്ക്യൂസ് ദ ഏരിയ ആൻഡ് എക്സ്പെൽ ദ ബ്ലഡ്, വാഷ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ, ക്ലീൻ വിത്ത് പോവിഡിൻ അയഡിൻ ആൻഡ് കവർ ദ ഏരിയ. സോ കറക്റ്റ് ഓപ്ഷൻ, ഈസി ക്വസ്റ്റ്യൻ, ഓപ്ഷൻ സി, വാഷ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. നെക്സ്റ്റ് അതിൻ്റെ പ്രൊസീജിയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി പ്രോട്ടോകോൾ. ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യുക. ഡു നോട്ട് എൻകറേജ് ബ്ലീഡിങ് ബൈ അപ്ലൈയിങ് ജെന്റിൽ പ്രഷർ അപ്ലൈ ചെയ്ത് ബ്ലീഡ് ചെയ്യിപ്പിക്കരുത്. പകരം എന്ത് ചെയ്യുക? സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. നെക്സ്റ്റ് ഡു നോട്ട് സ്ക്രബ്, ഡു നോട്ട് സക്ക്. ഓക്കെ, നമുക്ക് ആ ബ്ലഡ് വരുന്ന ഭാഗം നമ്മൾ സക്ക് ചെയ്യാനോ സ്ക്രബ് ചെയ്യാനോ പ്രഷർ ചെയ്യാനോ പാടില്ല. പകരം സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് കഴുകുക. അതിനുശേഷം എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം സൂപ്പർവൈസറിനെ അറിയിച്ച് ഡോക്ടേഴ്സിനെ അറിയിച്ച് അതിൻ്റെതായ അടുത്ത പ്രൊഫിലാക്സിസ്, അതായത് ആരുടെയാണോ നീഡിൽ പ്രിക്ക് ആയത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഡിസീസസ്, HIV, ഹെപ്പറ്റൈറ്റിസ് C, B പോലെയുള്ള എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്നറിയുക. അവർ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനനുസരിച്ചുള്ള പ്രൊഫിലാക്സിസ് എടുക്കുകയും വേണം. വാക്സിനേഷൻസ് എടുക്കുകയും ആൻറ്റിഡോട്ടുകൾ എടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി പ്രോട്ടോകോൾ. നെക്സ്റ്റ് 22nd ക്വസ്റ്റ്യൻ. ദ മെത്തേഡ് ഓഫ് ഡിസ്പോസൽ ഓഫ് ഡിസ്കാർഡഡ് മെഡിസിൻസ് ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്. എക്സ്പയർ ആയ മെഡിസിൻസ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ്, ഡിസ്കാർഡഡ് ആയിട്ടുള്ള മെഡിസിൻസ്, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ്? കുഴിച്ചു മൂടുകയാണോ, കത്തിച്ച് കളയുകയാണോ, അലിയിച്ച് കളയുകയാണോ, മൈക്രോവേവ് ചെയ്യുകയാണോ, ഓട്ടോക്ലേവ് ചെയ്യുകയാണോ, എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? അതായത് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓട്ടോക്ലേവിംഗ് ആഫ്റ്റർ മ്യൂട്ടിലേഷൻ ഓർ ഷ്രെഡിംഗ്. സെക്കൻഡ് ഓപ്ഷൻ, സെക്യൂർഡ് ലാൻഡ് ഫിൽ ആഫ്റ്റർ മ്യൂട്ടിലേഷൻ ഓർ ഷ്രെഡിംഗ്. ഓപ്ഷൻ സി, ഇൻസിനറേഷൻ വിത്തൗട്ട് മ്യൂട്ടിലേഷൻ, ഷ്രെഡിംഗ്. ഓപ്ഷൻ ഡി, മൈക്രോവേവിംഗ് വിത്തൗട്ട് മ്യൂട്ടിലേഷൻ ഓർ ഷ്രെഡിംഗ്. എന്താ ചെയ്യുക? ഓട്ടോക്ലേവ് ചെയ്യുമോ മെഡിസിൻസ്? ഇല്ല. അതോ ഈ കത്തിച്ച് കളയുമോ, മൈക്രോവേവ് ചെയ്യുമോ, അതോ കുഴിച്ചിടുമോ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി, സെക്യൂർഡ് ലാൻഡ് ഫിൽ. അതായത് നമ്മുടെ അവിടെ സൈറ്റോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ എക്സ്പയർ ആയിട്ടുള്ള ഡ്രഗ്സിനെ അവിടെ ആ കവറെല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കാം, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. സൈറ്റോടോക്സിക് ഡ്രഗ്സ് അല്ലെങ്കിൽ വേസ്റ്റ് വരുന്നത് ഏതിലോട്ടാണ് പോകുന്നത്? ബ്ലാക്കിലോട്ടാണ് പോകുന്നത്. അത് പിന്നെ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഡ്രഗ്സ് പ്രത്യേകിച്ച് മണ്ണിനുള്ളിൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസ്കാർഡഡ് മെഡിസിൻസ് എല്ലാം ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഏത് ടൈപ്പ് വേസ്റ്റ് ഏതിലോട്ട് പോകുന്നു? ഗ്രീനിൽ ഏതാണ് പോകുന്നത്? റെഡിൽ ഏതാണ് പോകുന്നത്? യെല്ലോ, ബ്ലൂ, ഷാർപ്പ് കണ്ടെയ്നർ, ഓരോന്നിൻ്റെ പ്രത്യേകതകളും ഏതൊക്കെ ടൈപ്പ് വേസ്റ്റ് ആണ് ഓരോന്നിലോട്ട് പോകുന്നതെന്നും അറിഞ്ഞിരിക്കുക. ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ടോപ്പിക്കിൽ നിന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ടൈപ്പ് ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ഈ ഒരു ചാർട്ടിനകത്ത് ഓരോ ടൈപ്പ് കാറ്റഗറി വേസ്റ്റും ഏത് തരം മെത്തേഡ് വഴിയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയും, ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്, ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്, ഇതെല്ലാം കാറ്റഗറി നമ്പർ 1 ആണ് വേസ്റ്റ് കാറ്റഗറിയിൽ. ഇതെല്ലാം എന്താണ് ചെയ്യുക? ഒന്നുകിൽ ഇൻസിനറേഷൻ ചെയ്യും, അല്ലെങ്കിൽ മണ്ണിൽ ഡീപ്പ് ബ്യൂറിയലാണ്, അതായത് മണ്ണിൽ കുഴിച്ചുതാക്കുകയാണ് ചെയ്യുക. അതുപോലെ അനിമൽ വേസ്റ്റും സെയിം അതുപോലെ തന്നെയാണ്. കാറ്റഗറി 2 അനിമൽ ടിഷ്യൂസ്. നെക്സ്റ്റ് കാറ്റഗറി 3 മൈക്രോബയോളജി വേസ്റ്റും ബയോടെക്നോളജി വേസ്റ്റും എന്ത് ചെയ്യും? ലോക്കൽ ഓട്ടോക്ലേവിങ്ങോ മൈക്രോവേവിങ്ങോ ഇൻസിനറേഷനോ ആയിരിക്കും അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് വേസ്റ്റും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒന്ന് നോക്കി വെക്കുക. വേസ്റ്റ് ഷാർപ്സ് എന്തൊക്കെ ചെയ്യുന്നു? ഡിസിൻഫെക്റ്റ് ചെയ്യും, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഓട്ടോക്ലേവിങ്, മൈക്രോവേവിങ്, മ്യൂട്ടിലേഷൻ, ഷ്രെഡിങ് ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. നീഡിൽ, സിറിഞ്ച്, സ്കാൽപ്പൽസ്, ബ്ലേഡ്, ഗ്ലാസ്, ഇതിനെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ നോക്കിയ കാറ്റഗറി 5ലാണ് ഡിസ്കാർഡഡ് മെഡിസിൻസും സൈറ്റോടോക്സിക് ഡ്രഗ്സും വരുന്നത്. ഔട്ട്ഡേറ്റഡും കണ്ടാമിനേറ്റഡും അല്ലെങ്കിൽ ഡിസ്കാർഡഡും ആയിട്ടുള്ള വേസ്റ്റും. ഈ ഒരു കാറ്റഗറി അനുസരിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി സെക്യൂർഡ് ഇൻ എ ലാൻഡ് ഫിൽ. മണ്ണിനടിയിലാണ് ലാൻഡ് ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കാറ്റഗറി 6 സോളിഡ് വേസ്റ്റ്, മൈക്രോവേവിംഗ്, ഓട്ടോക്ലേവിംഗ്, ഇൻസിനറേഷൻ. സോളിഡ് വേസ്റ്റ് ഡിസിൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, മൈക്രോവേവിംഗ്. ഓക്കെ, നെക്സ്റ്റ് ലിക്വിഡ് വേസ്റ്റ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, പിന്നെ ഡ്രെയിൻസിൽ ഒഴിക്കുന്നു. നെക്സ്റ്റ് കാറ്റഗറി 9 ഇൻസിനറേഷൻ. ആഷ് ആണെങ്കിൽ മുനിസിപ്പൽ ലാൻഡ് ഫില്ലിൽ നമുക്ക് ഡിസ്പെൽ ചെയ്യാൻ പറ്റും. കെമിക്കൽ വേസ്റ്റ് ആണെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതിൻ്റെ എഫിഷ്യൻസി എല്ലാം നശിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ലിക്വിഡ് ആണെങ്കിൽ ഡ്രെയിനിൽ ഒഴിക്കാം, അല്ലെങ്കിൽ മണ്ണിനടിയിൽ ലാൻഡ് ഫില്ലുകളിൽ, സോളിഡ് ആണെങ്കിൽ സെക്യൂറായിട്ട് ലാൻഡ് ഫില്ലുകൾ ചെയ്യാവുന്നതും
ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ടൈപ്പിലും ഏത് ക്വസ്റ്റ്യൻ, ഇപ്പം നമുക്ക് ഡിസ്കാർഡഡ് മെഡിസിൻ ചോദിച്ചതുപോലെ മറ്റേത് ടൈപ്പ് കാറ്റഗറി വേണമെങ്കിലും ചോദിക്കുക. ഏത് കാറ്റഗറി വേസ്റ്റിനും എന്ത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത് നോക്കി വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, while discussing about post exposure prophylaxis for hepatitis B infection, the correct procedure of post exposure prophylaxis for an unvaccinated healthcare provider and the source is unknown. അതായത് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർക്ക് മറ്റൊരു ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻറ്റിന് ഉപയോഗിച്ച ഒരു നീഡിൽ നിന്ന് എന്ത് ചെയ്തു, അവിടെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറി ഉണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറിയോ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഒരു പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് വേണം. ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉണ്ടാവും ചാൻസ് ഉള്ളതുകൊണ്ട് അവിടെ ഒരു പ്രൊഫിലാക്സിസ് വേണം. അത് നമുക്ക് നമ്മുടെ ഈ ആർക്കാണോ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറി ഉണ്ടായത് അവർ വാക്സിനേഷൻ ഒന്നും എടുത്തിട്ടില്ല, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ എടുത്തിട്ടില്ല. ഒപ്പം തന്നെ എന്ത് സോഴ്സ് ആയിരുന്നു എന്നുള്ളത് അറിയാനും പാടില്ല. സോഴ്സ് ഈസ് അൺനൗണുമാണ്. അങ്ങനെയാണെങ്കിൽ ഏത് തരം പ്രൊഫിലാക്സിസ് ആയിരിക്കും അവിടെ എടുക്കുക? ഓപ്ഷൻ എ, കംപ്ലീറ്റ് 3 ഡോസസ് വാക്സിനേഷൻ 0-1-3 ഡോസസ് ആയിട്ട് എടുക്കുമെന്നും. ഓപ്ഷൻ ബി, അഡ്മിനിസ്റ്റർ 2 ഡോസസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ 1 month എപ്പാർട്ട്. ഒരു മാസത്തിനുള്ളിൽ 2 ഡോസ് ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുന്നു, അത് മാത്രം. നെക്സ്റ്റ് ഓപ്ഷൻ സി, അഡ്മിനിസ്റ്റർ 1 ഡോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൻഡ് കംപ്ലീറ്റ് വാക്സിനേഷൻ 0-1-3 ഡോസസ്. നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്താണ്, വർക്കർ അവിടെ അൺവാക്സിനേറ്റഡ് ആണ്, അതുപോലെ സോഴ്സ് അൺനൗണും ആണ്. സോ അവിടെ എന്തായിരിക്കും ബെറ്റർ? ഏറ്റവും മാക്സിമം സുരക്ഷ നമുക്ക് അവിടെ വേണം. ഓപ്ഷൻ ഡി പറയുന്നത് അഡ്മിനിസ്റ്റർ 2 ഡോസസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ 1 month എപ്പാർട്ട് ആൻഡ് കംപ്ലീറ്റ് വാക്സിനേഷൻ 0-1-3 ഡോസസ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, അഡ്മിനിസ്റ്റർ 1 ഡോസസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഉടനെ തന്നെ 1 ഡോസ് ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക. അതിനുശേഷം വാക്സിനേഷൻ, കംപ്ലീറ്റ് വാക്സിനേഷൻ, ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് 3 ഡോസ് വാക്സിൻ 0-1-3 ഡോസ് കംപ്ലീറ്റ് വാക്സിനേഷൻ എടുക്കുകയും വേണം. അപ്പോൾ ഇനി ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി പ്രൊഫ്ലാക്സിസ്, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫ്ലാക്സിസിന് എങ്ങനെയാണെന്നാണ് ഇവിടെ കൊടുത്തത്. ഈ ഒരു ചാർട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ മാത്രമാണ്. അതായത് ഇവിടെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പോസിറ്റീവ് സോഴ്സ് ആണെങ്കിൽ എന്താണ് എടുക്കേണ്ടത്? അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരാൾ പോസിറ്റീവ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ബ്ലഡ് എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കോഴ്സും ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഫസ്റ്റ് ഡോസും എടുക്കണം. ഇനി സോഴ്സ് അൺനൗൺ ആണെങ്കിലും അവിടെ എന്ത് ചെയ്യുക, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഫുൾ കോഴ്സ് എടുക്കണം. നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി നെഗറ്റീവ് സോഴ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ മാത്രം എടുത്താൽ മതിയാവും. നെക്സ്റ്റ് സ്റ്റാർട്ട്, അതായത് നോട്ട് സിഗ്നിഫിക്കൻ്റ്, അത്ര നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എക്സ്പോഷർ ഒന്നും ഇല്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യുക, നല്ല റിസ്ക് ഉണ്ട്, അവിടെ എന്ത് ചെയ്യുക, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ അവിടെ ഒരു റിസ്ക്കും ഇല്ല എങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പ്രൊഫിലാക്സിസിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഇത് രീതിയിലാണ് അൺവാക്സിനേറ്റഡ്. ഇനി വാക്സിൻ തന്നെ എടുത്തു തുടങ്ങി പകുതിയെ എടുത്തിട്ടുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫുള്ളി വാക്സിനേറ്റഡ് വിത്ത് പ്രൈമറി കോഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ്, നോ റെസ്പോണ്ടർ ടു ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നും അധികം ചോദിക്കാറില്ല. പകരം എപ്പോഴും ചോദിക്കുന്നത് അൺവാക്സിനേറ്റഡും പാർഷ്യലി വാക്സിനേറ്റഡ് ആണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. 1 ഡോസ് പാർഷ്യലി വാക്സിനേറ്റഡ് ആണെങ്കിൽ 1 ഡോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും പിന്നെ ബാക്കി കോഴ്സ് ഫിനിഷ് ചെയ്യാം. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെ കംപ്ലീറ്റ് ഇതുവരെയും നെഗറ്റീവ് സോഴ്സ് ആണ്, കംപ്ലീറ്റ് കോഴ്സ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കുക എന്നുള്ളത് മാത്രമേ. ഇവിടെയും അത് തന്നെയാണ്, ഇവിടെയും ഇത് തന്നെയാണ്. ഇവിടെ മാത്രം എന്ത് ചെയ്യുന്നു, ഈ ഒരു വാക്സിൻ എടുക്കുന്നു, പിന്നെ ബാക്കിയുള്ള കോഴ്സ് എന്താണോ അത് ഫിനിഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നെഗറ്റീവ് റിസ്ക്കോ വേറെ റിസ്കുകളൊന്നും ഇല്ല എങ്കിൽ കംപ്ലീറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും എടുക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ്, വെയിൽ ഫെലിക്സ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു ഡയഗ്നോസ് ഡിസീസ് കോസ്ഡ് ബൈ. പലതരം ആൻറ്റിബോഡി റിയാക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതിൽ? മൈക്രോബയോളജിയിൽ. അപ്പോൾ അതിൽ ഓരോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓരോ റിയാക്ഷൻസ് വഴിയാണ് നമ്മൾ ഓരോ ഡിസീസിൻ്റെ മൈക്രോ ഓർഗാനിസംസ് ലാബിൽ മൈക്രോബയോളജിസ്റ്റ് കണ്ടുപിടിക്കുന്നത്, അല്ലേ? അതിലൊരു റിയാക്ഷനാണ് വെയിൽ ഫെലിക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് തരം മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡിസീസാണ് കണ്ടുപിടിക്കുന്നത്? റിക്കറ്റ്ഷ്യ ആണോ, മൈക്കോപ്ലാസ്മയാണോ, ക്ലമിഡിയ ആണോ,
ക്ലോസ്ട്രീഡിയം ആണ്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഈ ഒരു റിയാക്ഷൻ മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ്റെ എല്ലാ റിയാക്ഷൻസും ഏത് മൈക്രോ ഓർഗാനിസമാണെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എല്ലാ റിയാക്ഷനും ഓരോന്നും ഏത് ഓർഗാനിസം, വേറൊന്നും പഠിച്ചില്ലെങ്കിലും അത്രയുമെങ്കിലും നിങ്ങൾ റിയാക്ഷൻസ് എല്ലാം പഠിച്ചു വയ്ക്കുക. കറക്റ്റ് ഓപ്ഷൻ എ റിക്കറ്റ്ഷ്യം. അതായത് ഇവിടെ ചോദിച്ച മൈക്രോബയോളജിയിലെ ഈ ഏരിയ ആണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ. ഇമ്മ്യൂണോഗ്ലോബിൽ നിന്നും ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിക്കാറുണ്ട്, ഇമ്മ്യൂണിറ്റിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, സ്റ്റെയിനിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, കൾച്ചർ മെത്തേഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബണ്ടിൽസ്, നമ്മുടെ കെയർ ബണ്ടിൽസുകളുടെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഹാൻഡ് ഹൈജീൻ്റെ മൊമെൻറ്റ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇവിടെ നമ്മുടെ മൈക്രോബയോളജി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വെയിൽ ഫെലിക്സ് റിയാക്ഷനെ കുറിച്ച് കൊടുത്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റിക്കറ്റ്സിയൽ ഇൻഫെക്ഷൻസ്, എക്സ്പെഷ്യലി റിക്കറ്റ്ഷ്യൽ ഇൻഫെക്ഷൻസിലുള്ള പേഷ്യൻസിനാണ് നമ്മൾ വെയിൽ ഫെലിക്സ് റിയാക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം അത് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവിടെ റിക്കറ്റ്ഷ്യൽ സ്പീഷീസ് ആണ് ഈ രോഗ കാരണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹെട്രോഫൈൽ എഗ്ലൂട്ടിനേഷൻ ടെസ്റ്റിൻ്റെ ഒരു ടൈപ്പാണ്. മറ്റു ടൈപ്പുകൾ ഏതൊക്കെയാണ്? പോൾ ബണൽ ടെസ്റ്റ് ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് MG എഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ഹെട്രോഫൈൽ എഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബെസ്റ്റ് പ്രൊസീജിയർ ഫോർ മാനേജിങ് അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ ഇൻ ആൻ ഇൻഫൻറ്റ്. ഒരു കുഞ്ഞുകുട്ടി, ഇൻഫൻ്റ് എന്ന് പറഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞതേ ഉള്ളൂ, ജനിച്ച് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആ കുട്ടിയുടെ അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, സപ്പോസ് എന്തെങ്കിലും ഉള്ളിൽ പോയിട്ട് എയർവേ ഒബ്സ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒബ്സ്ട്രക്ഷൻ മാറ്റാൻ വേണ്ടി എന്ത് പ്രൊസീജിയർ ആയിരിക്കും നമ്മളിവിടെ ചെയ്യുക? ഹെംലിച്ച് മാന്യൂർ ആണോ, 5 ബാക്ക് സ്ലാബ്സ് ആൻഡ് 5 ചെസ്റ്റ് ട്രസ്റ്റ് ആണോ? അതായത് ഹെംലിച്ച് മാന്യൂർ അറിയാം, നമുക്ക് അബ്ഡോമിനിൽ കൈ വെച്ച് ബാക്കിൽ നിന്ന് നമ്മൾ അമർത്തി ടാപ്പ് ചെയ്യുന്നത്. അത് നമുക്ക് അഡൾട്ടിനാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇച്ചിരി പ്രായമായവർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി 5 ബാക്ക് സ്ലാപ്പ്, അതായത് കുഞ്ഞിൻ്റെ ബാക്ക് സൈഡ്, നമ്മുടെ എന്താ പറയുക, ട്രങ്കിൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഭാഗത്തായിട്ട് 5 സ്ലാപ്പ് കൊടുക്കുന്നു, ചെസ്റ്റിൽ 5 ത്രസ്റ്റ് കൊടുക്കുന്നു. അതാണോ ചെയ്യുന്നത്? ബാക്ക് സ്ലാബ്സ് കണ്ടിന്യൂസ്ലി ടിൽ ഓബ്ജക്ട്സ് എക്സ്പെൽഡ്, അതായത് ബാക്കിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് സ്ലാപ്പ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തട്ടുന്നു, സ്റ്റിൽ ഓബ്ജക്റ്റ് പുറത്തോട്ട് വരുന്നത് വരെയും ചെസ്റ്റിൽ ഒന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെയാണോ? നെക്സ്റ്റ് ഓപ്ഷൻ ഡി, അബ്ഡോമിനൽ കംപ്രഷൻ ആണോ കൊടുക്കുന്നത്? ഇതിലേത് പ്രൊസീജിയറാണ് അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ കുഞ്ഞുങ്ങളിൽ വന്നാൽ ചെയ്യുക? ഈസി. സെക്കൻഡ് ഓപ്ഷൻ 5 ബാക്ക് സ്ലാബ്സ് ആൻഡ് 5 ചെസ്റ്റ് ത്രസ്റ്റും ആണ് കുഞ്ഞുകുട്ടികൾക്ക്, ഇൻഫൻസിന് അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ വന്നാൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഫോറിൻ ബോഡി ആസ്പിറേഷൻസ് എന്തെങ്കിലും കുഞ്ഞുകുട്ടികൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കുഞ്ഞിനെ ഇങ്ങനെ കയ്യിൽ കമഴ്ത്തി കിടത്തി പ്രോൺ പൊസിഷനിലെടുത്ത് ബാക്കിൽ 5 പ്രാവശ്യം തട്ടുന്നു, 5 ബാക്ക് ബ്ലോസും, പിന്നെ തിരിച്ച് നിവർത്തി കിടത്തിയിട്ട് 5 ചെസ്റ്റിൽ ത്രസ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് എയർവേ അവിടെ ക്ലിയർ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 26th ക്വസ്റ്റ്യൻ. What should rescuer do after the automated external defibrillator delivers shock while doing BLS ACLS? നമ്മുടെ ലൈഫ് സേവിങ് പ്രൊസീജിയർ ആണ് ബേസിക് ലൈഫ് സപ്പോർട്ടും അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടും എന്ന് പറയുന്നത്. CPR കൊടുക്കുന്നു. പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചു, പേഷ്യൻ്റ് റെസ്പോണ്ട് ഇല്ല, പിന്നെ നമ്മൾ ഹെൽപ്പൊക്കെ വിളിച്ചു, നമ്മളുടനെ CPR സ്റ്റാർട്ട് ചെയ്തു, ഷോക്ക് ഡീഫിബ്രിലേറ്റർ എത്തി, ഡീഫിബ്രിലേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ കൊടുത്തു എന്നാണ് പറയുന്നത്. കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇമ്മീഡിയറ്റ്ലി ചെക്ക് ദ കരോട്ടിഡ് പൾസ് ഫോർ നോ മോർ ദാൻ 10 seconds. ഉടനെ തന്നെ നമ്മുടെ ഡീഫിബ്രിലേഷൻ കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യുക. 10 സെക്കൻഡ് എങ്കിലും കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യുകയാണോ വേണ്ടത്? അതോ നമ്മുടെ ഡീഫിബ്രിലേഷൻ കൊടുത്തതിന് ശേഷം ഉടനെ CPR റീസ്റ്റാർട്ട് ചെയ്ത് ചെസ്റ്റ് കംപ്രഷൻസ് ബിഗിനിങ് ചെയ്യേണ്ടത്? അത് ഓപ്ഷൻ സി, വെയിറ്റ് ഫോർ ദ AED ടു റീ അനലൈസ് ദ റിതം. അതായത് നമ്മൾ ഈ ഒരു AED അല്ലെങ്കിൽ ഡീഫിബ്രിലേഷൻ കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ഒന്നും ചെയ്യാതെ നോക്കി നിന്ന് AED റിതം ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷമാണോ എന്തെങ്കിലും ചെയ്യുന്നത്? അതോ പ്രൊവൈഡ് 2 breaths ടു ദ വിക്ടിം ആണോ, 2 ബ്രീത്ത് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? സോ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, ഇമ്മീഡിയറ്റ്ലി റീസ്റ്റാർട്ട് CPR. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ചലഞ്ച് എടുക്കാൻ സമയമില്ല, ഒട്ടും തന്നെ 1 സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാനില്ല. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡീഫിബ്രിലേഷൻ ഇമ്മീഡിയറ്റ്ലി വി ഷുഡ് സ്റ്റാർട്ട് CPR.
നമ്മുടെ ഡീഫിബ്രിലേഷൻ സക്സസ്ഫുൾ ആയിരിക്കാം, ഫെയിലിയർ ആയിരിക്കാം, അത് നമ്മളവിടെ നോക്കേണ്ട കാര്യമേ ഇല്ല. ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് CPR ബിഗിനിങ് വിത്ത് ചെസ്റ്റ് കംപ്രഷൻ. ബ്രത്ത് അല്ല, അവിടെ കംപ്രഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ BLSൻ്റെയും ACLSൻ്റെയും പ്രോട്ടോക്കോളും എന്തൊക്കെയാണ് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫുള്ള് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിക്കാം. ഇവിടെ ഷോക്കബിൾ ഋതമാണെന്ന് അറിഞ്ഞു, ഷോക്ക് കൊടുത്തു. ഷോക്ക് കൊടുത്തതിന് ശേഷം ഗീവ് ഓൺ ഷോക്ക്, റെസ്യൂം CPR ഇമ്മീഡിയറ്റ്ലി ഫോർ 2 minutes അൺടിൽ പ്രോംപ്റ്റഡ് ബൈ AED ടു അലോ റിതം ചെക്ക്. അതായത് റിതം ചെക്ക് ചെയ്യുന്നത് വരെയും എന്ത് ചെയ്യുക, നമ്മൾ ഉടനെ തന്നെ CPR കണ്ടിന്യൂ ചെയ്യുക. ഇവിടെയും അതുപോലെ തന്നെ ACLSലായാലും അതുപോലെ തന്നെ ഷോക്കബിൾ ഋതമാണ്, ഷോക്ക് കൊടുക്കുന്നു, കണ്ടിന്യൂസ് വീണ്ടും എന്ത് ചെയ്യുക, CPR കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഷോക്ക് കൊടുത്താലും വീണ്ടും എന്ത് ചെയ്യുക, വീണ്ടും CPR ചെസ്റ്റ് കംപ്രഷനിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇത് ആക്ച്വലി ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ളൊരു കാര്യം, ഒരു ചാർട്ടാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നോട്ട് തരാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും BLSൻ്റെയും ACLSൻ്റെയും CPR ക്വാളിറ്റിയെക്കുറിച്ചും ഷോക്ക് ബൈഫേസിക്കിനെയും മോണോഫേസിക്കിനെയും ഡ്രഗിനെ കുറിച്ചും അഡ്വാൻസ്ഡ് എയർവേയെക്കുറിച്ചും പിന്നെ അതുപോലെ സ്പോണ്ടേനിയസ് സർക്കുലേഷനെ കുറിച്ചും റിവേഴ്സിബിൾ കോസസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാർട്ടിനകത്തുണ്ട്. ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാം. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. നെക്സ്റ്റ് 27th ക്വസ്റ്റ്യൻ. Which of the following findings would the nurse expect to assess the hypercalcemia? Very important. കേരള PSCയുടെ മെയിൻ ഒരു ക്വസ്റ്റ്യൻ. കേരള PSC മാത്രമല്ല, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ്, നോർസെറ്റ് പോലെയുള്ള, ജിപ്മർ പോലെയുള്ള, നിമാൻസ് പോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനൊക്കെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. അതിൽ ഇലക്ട്രോലൈറ്റ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, ഇത് മൂന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഹൈപ്പർ കാൽസീമിയ, ഹൈപ്പോകാൽസീമിയ, ഹൈപ്പർ നട്രീമിയ, ഹൈപ്പോനട്രീമിയ, ഹൈപ്പോകലീമിയ, ഹൈപ്പർ കലീമിയ എല്ലാം ചോദിക്കും. ഇതിൻ്റെ എല്ലാം ECG വേരിയേഷൻസ് ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ ഹൈപ്പർ കാൽസീമിയ ഉണ്ടെങ്കിൽ ഇതിൽ ഏത് സിംറ്റം ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക, ഏത് പ്രോബ്ലം ആയിരിക്കും ഉണ്ടായിരിക്കുക? പ്രൊലോങ്ഡ് QRS കോംപ്ലക്സ് ആണോ, ടെറ്റനി ആണോ, പെറ്റിക്കയാണോ, യൂറിനറി കാൽക്കുലയാണോ? കാൽസ്യം കൂടുതലാണ്. കാൽസ്യം കുറവാകുമ്പോഴാണ് ടെറ്റനി ഉണ്ടാകുന്നത്. കാൽസ്യം കൂടുതലാവുമ്പോൾ എന്തായിരിക്കും പ്രോബ്ലം? കറക്റ്റ് ഓപ്ഷൻ യൂറിനറി കാൽക്കുലയാണ്. കാരണം ഹൈപ്പർ കാൽസീമിയ, ഹൈപ്പർ കലീമിയയിലും QRSനകത്ത് ഒരു വ്യത്യാസം അവിടെ വരുന്നില്ല, പെറ്റിക്കയും ഉണ്ടാകുന്നില്ല. ഹൈപ്പോ കാൽസീമിയ ആണെങ്കിൽ ടെറ്റനി ഉണ്ടാകാം, പക്ഷേ ഇവിടെ ഹൈപ്പർ കാൽസീമിയാണ്. എന്നാൽ ശരീരത്തിൽ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ അത് കിഡ്നിയിൽ എന്ത് ഉണ്ടാക്കാം? യൂറിനറി സിസ്റ്റത്തിൽ യൂറിനറി സ്റ്റോൺ അല്ലെങ്കിൽ കാൽക്കുലേ ഡെവലപ്പ് ചെയ്യാൻ കാരണമാകാം. ഓക്കെ, ഇവിടെ നോക്കൂ, എല്ലാ ഇലക്ട്രോലൈറ്റിൻ്റെയും ECG കൊടുത്തിട്ടില്ല. ജസ്റ്റ് പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹൈപ്പോ കാൽസീമിയ, ഹൈപ്പർ കാൽസീമിയ, നോർമൽ ECG ഇതാണ്. ഹൈപ്പോ കാൽസീമിയ ആണെങ്കിൽ QT അവിടെ എന്ത് ചെയ്യുന്നു? ഗ്യാപ്പ് അവിടെ പ്രൊലോങ്ഡ് ആയിട്ട് വരുന്നു ഹൈപ്പോ കാൽസീമിയ. അപ്പോൾ നേരെ ഹൈപ്പർ കാൽസീമിയ ആണെങ്കിൽ QT അവിടെ എന്ത് ചെയ്യും? ഷോർട്ട് ഉണ്ടാവും. അതുപോലെ എസും ടിയും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ്, ഇവിടെ QT കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ST കുറഞ്ഞു എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെ. അവിടെ QTയും കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, QT സെഗ്മെൻ്റ് അവിടെ ഷോർട്ടണായിട്ട് മാറുന്നു. ഹൈപ്പോ കാൽസീമിയ, ഹൈപ്പർ കാൽസീമിയ, ഇതിൻ്റെ രണ്ടിൻ്റെയും സയൻസ് സിംറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈപ്പോ കാൽസീമിയയിലാണ് ടെറ്റനി വരുന്നത്. അതുപോലെ ട്രൗസിയസ്, ചോസ്റ്റിക് മസൈൻസ്, ടോസാർഡ്സ് ഡേ പോയിൻറ്റ്സ്, പിന്നെ ബ്രിട്ടിൽ ഹെയർ, ഇതൊക്കെ ഉണ്ടാകുന്നത് ഹൈപ്പോ കാൽസീമിയയിലാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കിക്കുക. അതുപോലെ തന്നെ എല്ലാ ഇലക്ട്രോലൈറ്റ്സിൻ്റെയും നോർമൽ വാല്യൂസും ഒന്ന് നോക്കി വയ്ക്കാം. നെക്സ്റ്റ് 28th ക്വസ്റ്റ്യൻ. എ ക്ലയൻറ്റ് വിത്ത് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് ഈസ് അഡ്മിറ്റഡ് ഇൻ നെഫ്രോളജി വാർഡ്. റീനൽ സിസ്റ്റം എൻഡ് സ്റ്റേജിൽ റീനൽ ഡിസീസ് ആണ്, ES RD ആണ്. നെഫ്രോളജി വാർഡിൽ അഡ്മിറ്റ് ആണ്. പേഷ്യൻറ്റിൻ്റെ പൊട്ടാസ്യം 6.6 ആണ്. ദാറ്റ് മീൻസ് ഹൈപ്പർ കലീമിയ. അതായത് നോർമൽ പൊട്ടാസ്യം എത്രയാണ്? 3.5 to 5.5 MEQ ആണ് നോർമൽ എന്ന് പറയുന്നത്. അതിലിവിടെ 6.6 ആകുമ്പോൾ ഇത് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യം കൂടിയാൽ പേഷ്യൻ്റ് എന്തായിരിക്കും അവിടെ റിസ്ക് ഉള്ളത്? കാർഡിയാക് റിതം പ്രോബ്ലം ആകുമോ? ബ്ലഡ് പ്രഷറിനെ ബാധിക്കുമോ? റെസ്പിറേഷനെ ബാധിക്കുമോ? യൂറിൻ ഔട്ട്പുട്ടിനെ ബാധിക്കുമോ? സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാർഡിയാക് റിതമാണ്. കാരണം ബ്ലഡ് പ്രഷറിനെ ബാധിക്കുന്നത് സോഡിയമാണ്. റെസ്പിറേഷനെ ഇത് സ്വാധീനിക്കാറില്ല, പക്ഷേ ലേറ്റർ സ്റ്റേജസിൽ എഫക്റ്റ് ചെയ്യാം. യൂറിനറി ഔട്ട്പുട്ടിനെ ബാധിക്കുന്നതും സോഡിയമാണ്. സോ എന്നാൽ യൂറിനറി ഔട്ട്പുട്ട് കൂടിയാൽ അവിടെ പൊട്ടാസ്യം കുറയാറും ഉണ്ട്. ഇവിടെ പൊട്ടാസ്യം കൂടുതൽ ഹൈപ്പർ കലീമിയ എന്ന് പറഞ്ഞാൽ
അവിടെ പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റ് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് കാർഡിയാക് റിതം. ഹൈപ്പർ കലീമിയ മീൻസ് കാർഡിയാക് റിതം അവിടെ ഡിസൈറ്റ്മിയാസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ECG നോർമോ കലീമിയ, പൊട്ടാസ്യം നോർമൽ ആണെങ്കിൽ നോർമൽ ECG ആണ്. ഹൈപ്പോ കലീമിയ ആകുമ്പോൾ ST ഡിപ്രഷൻ ഉണ്ടാകുന്നു, അവിടെ T വേവ് വളരെ ചെറുതായി മാറുന്നു, U വേവ് പ്രോമിനൻറ്റും ആകും. ഒപ്പം PR ഇൻ്റർവെൽ സ്ലൈറ്റ്ലി പ്രൊലോങ്ഡും P വേവ് സ്ലൈറ്റ്ലി പീക്ഡ് ആയിട്ടും മാറാം ഹൈപ്പോ കലീമിയയിൽ. എന്നാൽ നേരെ ഓപ്പോസിറ്റ് P വേവ് ഇവിടെ ഫ്ലാറ്റ്, ഇവിടെ ആവുമ്പോൾ എന്തായിരുന്നു P വേവ് പീക്ഡ് ആയിരുന്നെങ്കിൽ ഇവിടെ ഫ്ലാറ്റായി മാറും, ഹൈപ്പർ കലീമിയയിൽ ഫ്ലാറ്റായി മാറും. അതുപോലെ ഇവിടെ പ്രൊലോങ്ഡ് ആണെങ്കിൽ ഇവിടെയും ഇതെന്ത് ചെയ്യുന്നു, സ്ലൈറ്റ്ലി പ്രൊലോങ്ഡ് ആണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി കൂടുതൽ പ്രൊലോങ്ഡ് ആയിട്ട് മാറുന്നു. QRS വൈഡൻഡ് QRS ആയി മാറുന്നു. T വേവ് വളരെ ഇമ്പോർട്ടൻ്റ്, T വേവ് പീക്ഡ് ആയിട്ട് കോമൺലി ചോദിക്കുന്നതാണ്. ഹൈപ്പർ കലീമിയയിൽ T വേവ് പീക്ഡ് ആയിട്ട് വളരെ പീക്ഡ് ആയിട്ട് കാണുന്നു, ഇവിടെ വളരെ ചെറുതായിട്ട് കാണുന്നു, ഇവിടെ വളരെ പീക്ഡ് ആയിട്ട് കാണുന്നു, ഹൈപ്പർ കലീമിയ. ഇതും നോട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഹെൽത്ത് എഡ്യൂക്കേഷൻ സെഷൻ എ നഴ്സ് എക്സ്പ്ലെയിൻസ് റീസൺസ് ഫോർ ക്രോണിക് കഫ്. ഭയങ്കരമായിട്ട് ചുമ, ക്രോണിക് കഫ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണ്. അതിൽ വരാൻ പറ്റാത്ത കാരണം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സിൻ്റെ യൂസ്, ക്രോണിക് സ്മോക്കിംഗ്, ബീറ്റാ ബ്ലോക്കേഴ്സ്, ക്രോണിക് ബ്രോങ്കൈറ്റിസ്. അപ്പം നമുക്ക് ബ്രോങ്കൈറ്റിസും സ്മോക്കിങ്ങും ഡെഫിനറ്റ്ലി കഫിന് കാരണമാകുമെന്ന് അറിയാം. നമുക്ക് പിന്നെ ഡൗട്ട് വരുന്നത് ബീറ്റാ ബ്ലോക്കേഴ്സും ആൻജിയോടെൻസിനും, ഇത് രണ്ടും ഫാർമക്കോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഡ്രഗ്സിന് ഈ ഒരു ക്രോണിക് കഫുമായിട്ട് ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. എഫക്റ്റ് ഉണ്ട്, കാരണം ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം യൂസ് ചെയ്യുന്ന ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് ക്രോണിക് കഫ് ഉണ്ടാകാറുണ്ട്, എന്നാൽ ബീറ്റാ ബ്ലോക്കേഴ്സ് ഇത് ബാധിക്കാറില്ല. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി, ബീറ്റാ ബ്ലോക്കേഴ്സ് ഇറ്റ് വിൽ നോട്ട് എഫക്ട് ഇൻ കഫ്. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞത്? കോമൺ കോസസ്, ക്രോണിക് കഫിൻ്റെ കോമൺ കോസസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉണ്ട്, അപ്പർ എയർവേ കഫ് സിൻഡ്രോം, GERD ഗാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്, കഫ് വേരിയൻ്റ് ആസ്മ, നോൺ ആസ്മാറ്റിക് ഈസിനോഫിലിക് ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയെക്ടാസിസ്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റർ യൂസ്, കാർസിനോമ, ഇൻഡസ്ട്രീഷ്യൽ പൾമണറി ഡിസീസ്, സൈക്കോജനിക് കോസസ്. അപ്പോൾ ഇതെല്ലാം കാരണമാണ്, എന്നാൽ ബീറ്റാ ബ്ലോക്കേഴ്സ് കഫിന് കാരണമാകുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഫോർ ഐഡന്റിഫൈങ് ദ അഡിക്വസി ഓഫ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി ഇൻ അക്യൂട്ട് ഫേസ് ഓഫ് ബേൺസ്. ബേൺസ് നിങ്ങൾക്കറിയാം, പൊള്ളലേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പെട്ടെന്ന് ഒരുപാട് വെള്ളം അവിടെ നഷ്ടപ്പെടും, ഫ്ലൂയിഡ് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ് അവിടെ റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. ബേൺസിൻ്റെ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്ലൂയിഡ് അവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ അത് അഡിക്വേറ്റ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ്, ഏതിലൂടെയാണ് മനസ്സിലാക്കുന്നത്? പൊട്ടാസ്യം ലെവൽ ചെക്ക് ചെയ്താണോ മനസ്സിലാക്കുന്നത്? അതോ ബ്ലഡിൽ സോഡിയത്തിൻ്റെ ലെവൽ നോക്കിയിട്ടാണോ മനസ്സിലാക്കുന്നത്? അതോ ആ ഒരു പേഷ്യൻ്റെ സങ്കണൈസും സ്കിൻ ടർജറും നോക്കിയിട്ടാണോ മനസ്സിലാക്കുന്നത്? സങ്കണൈസ് ഡീഹൈഡ്രേഷനുള്ള പേഷ്യൻസിനാണ് വരുന്നത്. അതോ യൂറിൻ ഔട്ട്പുട്ട് നോക്കിയിട്ടാണോ മനസ്സിലാക്കുന്നത്? അവിടെ അഡിക്വേറ്റ് ഫ്ലൂയിഡ് റീപ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ യൂറിൻ ഔട്ട്പുട്ടാണ് നമ്മൾ നോക്കി മനസ്സിലാക്കുന്നത്. യെസ്, ഇനഫ് ഫ്ലൂയിഡ് ഈസ് ദെയർ ഇൻ പേഷ്യൻ്റ് ബോഡി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബേൺസ് അതിൻ്റെ റൂൾ ഓഫ് 9, അതിൻ്റെ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റിൻ്റെ കാൽക്കുലേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുല, എക്സ്പെഷ്യലി ഫോർമുല ഉൾപ്പെടെ പഠിച്ചു വെക്കുക. പെർക്ലാൻഡിൻ്റെ ഫോർമുല, റിംഗർ ലാക്റ്റേറ്റ് 4 ml per kg per percentage ഓഫ് ബേൺ. എത്ര പെർസെൻറ്റേജ് ബേൺസ് ഉണ്ട് അതേ ഇൻറ്റു എത്ര kg ആണ് പേഷ്യൻ്റെ ബോഡി വെയിറ്റ്, അതേ ഇൻറ്റു 4. സപ്പോസ് ഇവിടെ 4 × 50 കിലോ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ബേൺസ് 70% ആണെങ്കിൽ 70. ഇത്രയും ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? അത്രയും ml ഫ്ലൂയിഡ് പേഷ്യൻറ്റിന് കൊടുക്കണം ടോട്ടലി. ഇനി ബ്രൂക്സ് ഫോർമുലയാണെങ്കിൽ റിംഗർ ലാക്റ്റേറ്റ് 1.5 ml × 50. സപ്പോസ് എക്സാമ്പിൾ 50 × 70 ആണെങ്കിൽ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത് പ്ലസ് എന്ത് കൊടുക്കണം? കൊളോയിഡും കൂടെ കൊടുക്കണം. കൊളോയിഡ് 0.5 × 50 പേഷ്യൻ്റെ വെയിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ബേൺ. ഇത് രണ്ടും ആഡ് ചെയ്ത് രണ്ടും കൊടുക്കണം. ഇനി അത് തന്നെ അത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 70 കിലോ ഉള്ള പേഷ്യൻറ്റ് 60% ബേൺസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിലും ഫ്ലൂയിഡും കൊളോയിഡും എത്ര കൊടുക്കണമെന്നുള്ളത്. എന്നിട്ട് ഇതിൽ ഹാഫ് എത്രയാണോ ടോട്ടൽ ഫ്ലൂയിഡ് കിട്ടുന്നത്, ഏത് ഫോർമുലയായാലും അതിൻ്റെ ഹാഫ് ഫ്ലൂയിഡ് ആദ്യത്തെ 8 മണിക്കൂറിനകത്ത് കൊടുത്തിരിക്കണം. ബാക്കിയുള്ളത് പതുക്കെ സ്ലോലി നമുക്ക് കൊടുക്കാൻ പറ്റും. ഹാഫ് ഫ്ലൂയിഡ് വിത്തിൻ 8 hours നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അത്
ഓർത്തിരിക്കുക. ഫ്ലൂയിഡ് തെറാപ്പി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബേൺസും അതിൻ്റെ മാനേജ്മെൻറ്റും, ടൈപ്സ് ഓഫ് ബേൺസ്, അതിൻ്റെ കോസസ്, റൂൾ ഓഫ് 9, അതിൻ്റെ കാൽക്കുലേഷൻസ്, ഫ്ലൂയിഡ് തെറാപ്പി ഏത് രീതിയിൽ വേണം ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നും നമ്മളൊരു അടുത്തൊരു 15 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഈ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് മാത്രമെന്നല്ല, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരെ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ പഠിക്കുക. എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി, ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.